നമ്മുടെ മോദി മന്ത്രിസഭയിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ വിദേശകാര്യ മന്ത്രിയാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒക്കെ കൊണ്ടാണ്. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ചാട്ടുള്ളി പോലുള്ള മറുപടി കൊണ്ടാണ്. അദ്ദേഹം വരുമ്പോൾ എല്ലാവരും വയ്ക്കും, ഓ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം മറ്റുള്ളവരെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നത് അത്തരത്തിലാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും. ഇപ്പോൾ UN സമാധാന സേനയുടെ ഒരു അന്താരാഷ്ട്ര മീറ്റിംഗ് ഡൽഹിയിൽ നടന്നു. ഈ ഡൽഹിയിൽ നടന്ന മീറ്റിങ്ങിലും അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രകടനം തന്നെ, അതായത് ഇരുത്തിക്കൊണ്ട് UN മുഖത്തടിച്ച പോലെ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണത് മാഷേ? ഗംഭീരമായിരുന്നു ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ സമ്മേളനം. ഈ ഡൽഹിയിൽ കഴിഞ്ഞ 14 മുതൽ 16 വരെ നടന്ന ഒരു ആഗോള സമ്മേളനം നമ്മൾ ഹോസ്റ്റ് ചെയ്തതാണ്. UNTCC എന്ന് പറയും. UNTCC എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് ട്രൂപ്പ് കോൺട്രിബ്യൂട്ടിംഗ് കൺട്രീസ്. യുണൈറ്റഡ് നേഷൻസ് ട്രൂപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത സൈന്യത്തെ കോൺട്രിബ്യൂട്ട് ചെയ്ത രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലെ ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ തലവന്മാർ, അവരുടെ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൻ്റെ സമാപന സമ്മേളനത്തിലെ ചീഫ് ഗസ്റ്റാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി. അപ്പോൾ അത് ഗംഭീരമായി നടന്നതാണ്. UN എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്ന് അവരുടെ സകലമാന പ്രമാണിത്തരവും പറഞ്ഞതും അത് ആളുകളൊക്കെ കൈയടിച്ച് സ്വീകരിച്ചതുമാണ്. പിന്നെ UN എന്ന് പറഞ്ഞാൽ ഈ വന്നവർക്ക് മുഴുവൻ യജമാനാണ്. അവരുടെ ഉദ്യോഗസ്ഥന്മാരാണ് ഇവർ, അവരുടെ സേനയാണ്. അതുകൊണ്ട് ഭയങ്കര ഡിസിപ്ലിൻഡാണ്, ഒക്കെയാണ്. പക്ഷേ ജയശങ്കറിനെ വിളിച്ചു കഴിഞ്ഞ് ജയശങ്കറിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് വരെ നീ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു സൗമ്യനായ മനുഷ്യൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. പക്ഷേ പ്രസംഗം കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞെട്ടിത്തെറിച്ചു പോയി. കാരണം ആ സൗമ്യമായ മുഖത്ത് നിന്ന്, ആ അചഞ്ചലമായ മനസ്സിൽ നിന്ന് പുറത്തു വന്നത് കൊടുങ്കാറ്റിന് തുല്യമായ വർത്തമാനങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇപ്പോൾ അറിയാലോ, ഈ ലോകത്തിലെ ഏത് രാജ്യത്ത് സമാധാനക്കേടുണ്ടായാലും, ആഭ്യന്തര കലാപം ഉണ്ടായാലും, കലാമിറ്റീസ് ഉണ്ടായാലും, ആക്രമണം ഉണ്ടായാലും, വർഗീയ കലാപങ്ങളുണ്ടായാൽ, അതുപോലെ തന്നെ വലിയ ക്ഷാമം ഉണ്ടാവുക, ദാരിദ്ര്യം ഉണ്ടാവുക, പ്രളയം ഉണ്ടാവുക, ആ സമയത്തൊക്കെ ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗരാജ്യങ്ങൾ ചേർന്ന് കുറേശ്ശെ സൈന്യത്തെ ചേർത്തുണ്ടാക്കി അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ഏറ്റവും തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ശീലം. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ അയച്ചു കൊടുത്ത് വലിയ വില കൊടുത്തതാണ് ശ്രീലങ്കയിൽ സമാധാന പാലനത്തിന് നമ്മൾ പോയി. ആലോചിച്ച് നോക്കൂ, സിംഹളന്മാരും തമിഴ് പുലികളുമാണ്. സത്യത്തിൽ തമിഴ് പുലികളാണ് നമ്മുടെ വംശക്കാർ, ഇന്ത്യൻ വംശക്കാർ. പക്ഷേ വിളിച്ചത് സിംഹള ഗവൺമെൻറ്റാണ്. അവർ പറയുന്നിടത്ത് വെടിവെച്ചു. അതിൻ്റെ മുഴുവൻ ദുഷ്പേരും നമുക്കായി. ഇന്ത്യ ഗവൺമെൻറ്റിനോടും ഇന്ത്യക്കാരോടും അവർക്ക് വിരോധമായി. അതിൻ്റെ വിലയാണ് രാജീവ് ഗാന്ധിയുടെ ജീവനായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. അതൊക്കെ അനുഭവിച്ചവരാണ് നമ്മൾ. അപ്പോൾ അത്തരം സേനകൾ എല്ലാ രാജ്യത്തും ഉണ്ട്. ആ സേനകളുടെയൊക്കെ ക്യാപ്റ്റന്മാരാണ് വന്നത്. ഈ ക്യാപ്റ്റന്മാരുടെ സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം അവരെ അഭിവാദ്യം ചെയ്തതിന് ശേഷം, അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചതിന് ശേഷം, നിങ്ങൾ ചെയ്യുന്ന മഹത്തായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന സേവനം മഹത്തരമാണ്, പക്ഷേ നിങ്ങളുടെ യജമാനന്മാർ ശരിയല്ല. അടുത്ത വാചകം അതാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ യജമാനൻ്റെ പേര് UN എന്നാണ്, ഐക്യരാഷ്ട്രസഭ എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ 80ാമത്തെ ജനറൽ അസംബ്ലി മീറ്റിംഗ് കഴിഞ്ഞ മാസം അമേരിക്കയിൽ നടന്നപ്പോൾ ഞാൻ പങ്കെടുത്തതാണ്. ആ സമ്മേളനത്തിനകത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്ന പ്രതിനിധികൾ പ്രകടിപ്പിച്ച അഭിപ്രായം ഞാൻ കേട്ടതാണ്. അത് ആ സഭ അംഗീകരിച്ചതാണ്. അവരംഗീകരിച്ച അഭിപ്രായം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അവരംഗീകരിച്ച ആദ്യത്തെ കാര്യം, നിങ്ങളുടെ യജമാനനായ ഐക്യരാഷ്ട്രസഭ ഇപ്പോഴും ജീവിക്കുന്നത് 1945-ലാണ്. 1945-ലാണ് UN ഉണ്ടാകുന്നത്. കാരണം അന്ന് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ പുനർനിർമ്മിക്കാനും ഒരു പുതിയ സാഹോദര്യം ഉണ്ടാക്കാനും രാഷ്ട്രങ്ങളൊക്കെ തമ്മിലുള്ള വലിയ സഹകരണത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയാണ് അത് പ്രവർത്തിച്ച് തുടങ്ങിയത്. അന്നും അതിനെ തുടർന്ന് കുറച്ചു കാലവും അതിൻ്റെ ദൗത്യം നിർവഹിച്ചു. പിന്നെ ജയശങ്കർ ചോദിച്ചത് അതിന് ശേഷം അവരെന്ത് ചെയ്തു, പുതിയ ലോകത്ത് അവരുടെ റോൾ എന്താണ്, അവർ കാലഹരണപ്പെട്ടു പോയില്ലേ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, മാറുന്ന ലോകം അവരറിയുന്നില്ല. 2 കാര്യങ്ങളാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് UN-നെതിരെ പറയുന്നത്. UN ഇങ്ങനെ പോയാൽ കാലഹരണപ്പെട്ടു പോകും, UN-ൻ്റെ നിയമസാധുത പോലും നഷ്ടപ്പെടും. കാരണം എന്തിനാണോ UN സ്ഥാപിക്കപ്പെട്ടത് അതിൻ്റെ ലക്ഷ്യം നിർവഹിക്കാത്ത ഒരു സമിതിയായി അത് മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്? 2 കാര്യങ്ങളാണ് UN-ൻ്റെ കുറ്റം.
അത് UN ജനറൽ അസംബ്ലി തന്നെ പാസ്സാക്കിയതാണ്, അംഗീകരിച്ചതാണ്. ഞാൻ പറയുന്നു ആ 2 കുറ്റം ഇതാണ്. ഒന്ന്, UN ഡെമോക്രാറ്റിക് അല്ല. UN-ൻ്റെ അംഗരാജ്യങ്ങളോടൊക്കെ ഒരുപോലെ പെരുമാറണം, അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. വമ്പന്മാർ വേറെയും ദുർബലന്മാർ വേറെയും അല്ല. വേർതിരിച്ച് കാണരുത്. വികസ്വര രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. യൂറോപ്യൻസും ആഫ്രിക്കൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഡെമോക്രാറ്റിക് ആവണം. അത് UN ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇപ്പോഴും ആയിട്ടില്ല. കാരണം നിങ്ങളുടെ നയങ്ങളിൽ നിലപാടുകളിലൊക്കെ വിവേചനമുണ്ട്. വമ്പന്മാർക്ക് അവകാശമുണ്ട്. P5 എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് 5 ആണ്. ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലിൽ എത്ര പേർക്ക് അംഗത്വമുണ്ട്? അതിൽ ആഫ്രിക്കയുണ്ടോ? ആലോചിച്ചു. ലാറ്റിൻ അമേരിക്കയുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ലോകത്തിൻ്റെ വലിയൊരു ഒരു ഏരിയക്ക്, വലിയൊരു ഭാഗത്തിന് പ്രാതിനിധ്യമില്ലാത്തവർ എങ്ങനെ ഡെമോക്രാറ്റിക് ആകും? പ്രധാനപ്പെട്ട ചോദ്യമല്ല അത്. UN സെക്യൂരിറ്റി കൗൺസിലിലെ 5 സ്ഥിരം അംഗങ്ങളുണ്ട്. അതിൽ ഞങ്ങൾ പോലും ഇല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പോറ്റുന്ന നാടാണ് ഞങ്ങൾ പോലും ഇല്ല. അങ്ങനെ ഒന്ന് അൺഡെമോക്രാറ്റിക് ആണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇൻക്ലൂസീവ് അല്ല. ഇൻക്ലൂസീവ് ആകുന്ന വെച്ചാൽ എന്താ? എല്ലാവരെയും ചേർത്ത് പിടിക്കുക, എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടാവുക, എല്ലാവർക്കും ശബ്ദമുണ്ടാവുക. അതുണ്ടോ? വീറ്റോ പവർ എന്ന് പറഞ്ഞ സാധനമില്ലേ? അതെന്ത് ജനാധിപത്യമാണ്? എന്ത് ഇൻക്ലൂസീവ്നെസ് ആണ്? എന്ത് കാര്യം തീരുമാനിച്ചാൽ, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിൽ എന്ത് തീരുമാനിച്ചാലും, ജനറൽ അസംബ്ലി എന്ത് തീരുമാനിച്ചാലും അതൊക്കെ വീറ്റോ ചെയ്യാൻ അവകാശമുള്ള കുറച്ച് പേര്, വമ്പന്മാർ. അവരിപ്പോഴും വമ്പന്മാരാണോ എന്നെങ്കിലും പരിശോധിക്കണ്ടേ? അവരെ നിങ്ങൾ ഒരു വമ്പൻ എന്ന് തീരുമാനിച്ചതിന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളോ സാമ്പത്തിക ശക്തികളോ ഒക്കെ ആയിരുന്ന കാലത്ത് ശരിയാണ്. അതാണോ എന്ന് പോലും പരിശോധിക്കാൻ നിങ്ങൾക്ക് നേരമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. കാരണം നിങ്ങൾ ചെയ്യുന്നത് ലോകത്തിലൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. രക്ഷാദൗത്യം അല്ലെങ്കിൽ സമാധാന ദൗത്യം ഒരു ചെറിയ കാര്യമല്ല. അത് നിങ്ങളുടെ യജമാനന്മാരോട് വിയോജിപ്പുള്ളപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ അഭിനന്ദിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ സംസ്കാരത്തിലൊരു വാക്കുണ്ട്, വസുധൈവ കുടുംബകം. ലോകം ഒരു കുടുംബമാണ്. വേൾഡ് ഈസ് എ ഫാമിലി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ലോകത്തിൽ എവിടെ ഏത് മനുഷ്യന് ദുരിതമുണ്ടായാലും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തിന് കഷ്ടപ്പാടുണ്ട് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് അവരെ സഹായിക്കാൻ നിങ്ങൾ പോകുന്നത് ചെറിയ കാര്യമല്ല. ഇനി ഞങ്ങൾക്കിതൊക്കെ പറയാൻ എല്ലാം കൊണ്ടും അർഹതയുണ്ട്. കാരണം മാത്രമല്ല, ഈ ലോകത്ത് എന്ത് ദുരന്തം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ചെയ്ത സേവനം ചെറുതല്ല. പാൻഡമിക്, ടെററിസം, സാമ്പത്തികമായ അസ്ഥിരത എന്ന് വെച്ചാൽ ദാരിദ്ര്യം, പട്ടിണി മരണങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ സംസ്കാരം പറയുന്നത് ലോകത്തിൽ ആരോടും മത്സരിക്കാൻ പോകരുത്. ആ നേരം മത്സരിക്കാനുള്ളതല്ല, സഹകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ പണി നിങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ജോലിയാണ്. നിങ്ങളെ ഞങ്ങൾ പിന്തുണക്കുന്നു. ഒന്ന്, ഇത് പറയാൻ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അർഹതയുണ്ട്. നിങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്. നിങ്ങളെ യജമാനന്മാരോട് തിരുത്താൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ UN ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ രക്ഷാദൗത്യത്തിലേക്കും സൈനികരെ അയച്ചു കൊടുത്ത രാജ്യമാണ് ഞങ്ങൾ. ഈ കാലം വരെ ഞങ്ങൾ 3 ലക്ഷത്തിലേറെ സൈനികരെ എത്രയോ ദൗത്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ആ കൂട്ടത്തിൽ 182 ഇന്ത്യക്കാരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുണ്ടാക്കിയ യുദ്ധത്തിൻ്റെ പേരിലല്ല, ഞങ്ങൾക്കൊരു കാര്യവുമില്ലാത്ത ഏതോ രാജ്യത്തെ സമാധാന പാലനത്തിന് പോയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ജീവൻ്റെ വില കൊടുത്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ കുറേ കൂടി പുരോഗമിക്കണം. നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. UN മാറിയില്ലെങ്കിൽ ആ സംഘടന നിലനിൽക്കില്ല. അത് മാറ്റാനുള്ള പണി നിങ്ങൾ യജമാനന്മാർ ചെയ്യട്ടെ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. 6-7 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾ പുരോഗമിക്കാൻ, UN പീസ് കീപ്പിംഗ് ഫോഴ്സ് കുറ്റമറ്റതാവാൻ, പുതിയ ലോകത്തിന് ഉപകാരപ്പെടാൻ 6-7 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം അത് എണ്ണി പറഞ്ഞ് അവസാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, ഒരു സമാധാന ദൗത്യം തീരുമാനിക്കുമ്പോൾ അത് യജമാനന്മാർ തീരുമാനിച്ചാൽ പോരാ. ഏത് രാജ്യത്തേക്കാണോ നിങ്ങളെ അയക്കുന്നത് അവരുടെ കൂടി സമ്മതവും അവരുടെ കൂടി സ്വാഗതവും നിങ്ങൾ നേടിയിരിക്കണം, അല്ലാതെ പോകരുത്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2, ഈ ദൗത്യത്തിന് വേണ്ട വിഭവങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളവിടെ പൊളിഞ്ഞ അണക്കെട്ടാണ് കെട്ടാൻ പോകുന്നതെങ്കിൽ അണക്കെട്ട് കെട്ടാനുള്ള വിഭവങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളവിടെ ഭക്ഷണം കൊടുക്കാനാണ് പോകുന്നതെങ്കിൽ ഭക്ഷണം ലഭ്യമാണോ? മരുന്ന് കൊടുക്കാനാണ് പോകുന്നതെങ്കിൽ അത് ആദ്യം ലഭ്യമാക്കണം. അത് പലപ്പോഴും ഉണ്ടാവാറില്ല. സേന ചെന്ന് അവിടെ കഷ്ടപ്പെടുക എന്നല്ലാതെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാവാറില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2, അത് ഉണ്ടാവും, നിങ്ങളങ്ങനെ ചെന്നാൽ മതി എന്നൊക്കെ പറയും. അവിടെ ചെല്ലുമ്പോൾ യാഥാർത്ഥ്യമായി ഉണ്ടാവാറില്ല എന്നത് ലോകത്തിൻ്റെ അനുഭവമാണ്. 3, മൂന്നാമത്തെ കാര്യം, ഒരു രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാൻ പുറത്തു നിന്ന് നമ്മൾ ചെന്നാൽ അവിടെ പ്രശ്നങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാകും. ആ പണി അവരെ തന്നെ ഏൽപ്പിക്കണം. അവിടുത്തെ അതാത് രാജ്യത്തെ പൗരന്മാരുടെ രക്ഷ, അവരുടെ സമാധാനം,
അത് നിങ്ങളെ ഏൽക്കരുത്, അവരെ ഏൽപ്പിക്കണം. അത് ഈ ആതിഥേയ രാജ്യത്തും തന്നെ ഏൽക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നിങ്ങളുടെ ശേഷി കൂടണമെങ്കിൽ നിങ്ങളുടെ എണ്ണം കൂടിയാൽ പോരാ. നിങ്ങൾ ഓരോ വർഷവും ഈ UN സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുടെ എണ്ണം കൂട്ടിയാൽ പോരാ, പരിശീലനം നന്നാക്കിയാൽ പോരാ. എന്തുകൂടി കൂടണം? നിങ്ങൾക്ക് ടെക്നോളജി കൂടണം, നൂതനമായ സാങ്കേതിക വിദ്യ കൂടി നിങ്ങൾക്ക് ലഭ്യമാക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ പറ്റുള്ളൂ. വേറൊന്ന്, തെറ്റായ വിവരങ്ങളും പ്രചാരണങ്ങളും തടയാനുള്ള, പലപ്പോഴും അതാണ് കലാപം പടരുന്നത് എന്തുകൊണ്ടാണ്? തെറ്റായ വിവരങ്ങൾ പരക്കുന്നതുകൊണ്ടാണ്. അതിനെ മറിച്ച് ക്യാമ്പയിൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വാർത്താവിനിമയ സൗകര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. 6, സേനാംഗങ്ങളുടെ സുരക്ഷ. നിങ്ങളുടെ യജമാനന്മാരോട് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ്. UN ആഹ്വാനം ചെയ്യുന്നു, ഓരോരോ രാജ്യങ്ങൾ സുരക്ഷാ സേനയെ അയച്ചു കൊടുക്കുന്നു. ഈ പോകുന്ന സേനയെ ജീവനോടെ തിരിച്ചെത്തിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? UN-ൻ്റെ ബാധ്യതയാണ്. അതവരെ ഏറ്റെടുക്കണം. അതാണ് വേറൊന്ന്. ഒടുവിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു. സമാധാനം ഉണ്ടാകണമെങ്കിൽ ലോകത്തിലെവിടെയും സ്ത്രീകളുടെ മനസ്സിനോട് സംവദിക്കാൻ പറ്റണം. അത് സംഭവിക്കണമെങ്കിൽ പോകുന്ന സേനയിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വേണം. പലപ്പോഴും വേണ്ടത്ര ഉണ്ടാകാറില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ 5-8 മാസം മുമ്പ് ഞങ്ങൾ ചെയ്തൊരു കാര്യം കൂടി, ഇതും ഞങ്ങൾ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ഞങ്ങൾക്കിത് പറയാൻ അർഹതയുണ്ട്. ലോകത്തിലാദ്യമായി ഇത്തരം പീസ് കീപ്പിംഗ് ഫോഴ്സിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ഒരു യോഗം ഞങ്ങൾ വിളിച്ചിരുന്നു. ഇവിടുത്തെ 35 രാജ്യങ്ങളുടെ സ്ത്രീകളെ വിളിച്ചിട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളൊരു യോഗം വിളിച്ചിരുന്നു. അവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് രക്ഷാ ദൗത്യസേനയിൽ ആവശ്യത്തിന് സ്ത്രീ സേന ഇല്ലെങ്കിൽ ദൗത്യം പരാജയപ്പെടും എന്ന് അവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൂടി നിങ്ങളുടെ യജമാനന്മാരൊന്ന് പറഞ്ഞേക്കണം. അവർ നന്നായെങ്കിൽ നന്നാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ നിങ്ങൾ നന്നാവണം. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് വസുധൈവ കുടുംബകമാണ് ഞങ്ങളുടെ തത്വശാസ്ത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.